കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മലയാളികൾ ശ്രദ്ധിച്ചത് പല താരങ്ങളുടെയും വിവാഹ വാർത്ത തന്നെയാണ്. അക്കൂട്ടത്തിൽ ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ വീട്ടിലെ വിവാഹ വാർത്തകൾക്ക് തന്നെയാണ്. എല്ലാവരും അഹാനയുടെ വിവാഹത്തെപ്പറ്റി തന്നെയാണ് നോക്കുന്നത്. അഹാനയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് കൃഷ്ണകുമാറും സഹോദരി ദിയ കൃഷ്ണയും പറഞ്ഞത് പ്രമാണിച്ച് പ്രേക്ഷകരെല്ലാവരും ചിങ്ങത്തിൽ അഹാനയുടെ വിവാഹം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അനുജത്തിമാരായ ദിയയും ഇഷാനിയും ഹൻസികയും കുറേയധികം തന്നെ മെഹന്തി ആർട്ടിസ്റ്റുകളെ തപ്പി നടക്കുകയും അവർക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വാർത്തയായി മാറിയതും. ആരാധകർ വളരെയധികം തന്നെ അതിനെക്കുറിച്ച് സ്നേഹിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. നിമിഷും അഹാനയും ഏറെ നാളായി സൗഹൃദത്തിലുള്ള വ്യക്തികളാണ്. സിനിമയിൽ വരുന്നതിന് മുൻപേ ഒരുപക്ഷെ ഇവർ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു എന്ന് പോലും പ്രേക്ഷകർ കരുതുന്നുണ്ട്. അതിനു മുൻപേ തന്നെ ഇത്തരത്തിൽ ചിത്രങ്ങളെല്ലാം പ്രചരിക്കുകയും ചെയ്യുന്നു. നിമിഷിന് അഹാനയുടെ കുടുംബവുമായി നല്ല സൗഹൃദമാണ്. നിമിഷ് എപ്പോഴും അഹാനയോടൊപ്പം തന്നെ നിൽക്കാറുമുണ്ട്. ഈ ഇടയ്ക്ക് പോലും ഇരുവരും റോഡ് ട്രിപ്പ് പോയതുപോലും ഇവരുടെ റിലേഷൻഷിപ്പ് പുറത്തു പറയുന്ന രീതിയാണ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കരുതുന്നത്. ഇത്രയും നാളും നിമിഷം പലയിടത്തും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും പുറത്തു പറയാൻ അഹാന തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അഹാന അതെല്ലാം തുറന്നു പറയുന്നത് ഇവരുടെ വിവാഹം അടുത്തതുകൊണ്ട് തന്നെയാണെന്നാണ് പറയുന്നത്. മറ്റുള്ള സഹോദരിമാരെ പോലെ തന്നെ കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ചു വെക്കാനും ആവശ്യമുള്ളത് മാത്രം തുറന്നു പറയാനും പറ്റുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട അഹാന. അതുതന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അഹാനയ്ക്ക് ആ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും അഹാനയുടെയും നിമിഷിൻ്റെയും വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ് ഭൂരിഭാഗവും. ശരിക്കും പറഞ്ഞാൽ അഹാനയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണവും കുറച്ചധികം ദിവസങ്ങളായി തന്നെ ദിയയും ഹൻസികയും ഇഷാനിയും മെഹന്തി ആർട്ടിസ്റ്റുകളെ തേടി നടക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കണം എല്ലാവരും ഇത് അന്വേഷിക്കുന്നത് എന്ന് പറയുന്നു. അല്ലാതെ ഇവന്റുകൾക്ക് ഇവർ 3 പേരും ഒരുപോലെ ഇങ്ങനെ അന്വേഷിക്കില്ലല്ലോ. അഹാന ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിരുന്നുമില്ല. ഈ വർഷം പുറത്തു വന്ന കൃഷ്ണകുമാറിന്റെ അഭിമുഖത്തിലാണ് തൻ്റെ മകൾ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്നും അതിൽ തനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുകയും ഉടൻ ആ വിവാഹം ഉണ്ടാകുമെന്ന് സർപ്രൈസ് പൊളിക്കുകയും ചെയ്തത്. അതിലൂടെ തന്നെ അഹാന ആരോടും പറയാതെ വെച്ചിരുന്ന ആ രഹസ്യമായിരുന്നു കൃഷ്ണകുമാർ പുറത്തെത്തിച്ചത്. അതുപോലെ ഓമിയെക്കുറിച്ച് ചോദിക്കുന്ന ദിയയുടെ ഒരു അഭിമുഖത്തിലും ദിയ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.